മാർപ്പാപ്പയെ ധിക്കരിച്ചാണ് ഇവിടെ ഡിസംബർ 1 മുതൽ ജനാഭിമുഖം എന്ന് പറയുന്ന ഇല്ലിസിറ്റ് കുർബാന അർപ്പിച്ചു തുടങ്ങിയത്. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ കൂദാശകളിലെ ഏറ്റവും മഹനീയമായ പട്ടം കൊടുക്കലെന്ന ശുശ്രൂഷ ഇത്രയും വലിയ പോലീസ് സന്നാഹത്തോടുകൂടി, ഇത്രയും വലിയൊരു നിയമലംഘനത്തിൽ കോടതിയെ വെല്ലുവിളിച്ച്, സഭയെ വെല്ലുവിളിച്ച്, പോലീസിൻ്റെ അകമ്പടിയോടുകൂടി ഹൈക്കോടതിയുടെ മുറ്റത്ത് അരങ്ങേറുന്നത് ഇതാദ്യമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത് മാർ പാംബ്ലാനിയും കേരള പോലീസും കൂടെയാണ് ഈ ഡീക്കന്മാർക്ക് ഇന്ന് പട്ടം കൊടുക്കുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വൈരുദ്ധ്യം. കോടതി ഉത്തരവ് ലംഘിച്ച് പോലീസുകാരുടെയും ഗുണ്ടകളുടെയും സുരക്ഷാ വലയത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഡീക്കന്മാരുടെ പട്ടം നൽകൽ ചടങ്ങ് 27-ാം തീയതി ശനിയാഴ്ച ബസിലിക്കയിൽ നടത്തിയതിലൂടെ മാർ റാഫേൽ തട്ടിലും മാർ ജോസഫ് പാംബ്ലാനിയും സീറോ മലബാർ സഭയ്ക്ക് വൻ നാണക്കേടാണ് ഉണ്ടാക്കിയതെന്ന് വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. കത്തോലിക്ക സഭ മതതീവ്രവാദികളിൽ നിന്നും ഭീഷണി നേരിടുന്ന നാടുകളിൽ പോലും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ശനിയാഴ്ച ബസിലിക്കയിൽ ഏർപ്പെടുത്തിയിരുന്നത്. DCPയുടെ നേതൃത്വത്തിൽ 200-ൽ പരം പോലീസുകാരെയാണ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരുന്നത്. കൂടാതെ 50-ൽ പരം ക്രിമിനലുകളും വേദിക്ക് സമീപം നിലയുറപ്പിച്ചിരുന്നു. കോടതി ഉത്തരവുകൾ ലംഘിക്കുന്നതിന്റെയും കുർബാന വിഷയത്തിൽ വിശ്വാസികളെ വഞ്ചിച്ച് സഭാവിരുദ്ധരുടെ പക്ഷം ചേർന്ന് പ്രവർത്തിക്കുന്നതിന്റെയും കുറ്റബോധമാണ് സഭാതലവനെയും അദ്ദേഹത്തിന്റെ വികാരിയെയും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഇരു മെത്രാന്മാരും ഡീക്കന്മാരും ചടങ്ങിനെത്തിയതോടെ ബസിലിക്കയിൽ പ്രതിഷേധം നടത്തുന്ന വിശ്വാസികൾ തട്ടിലിന്റെയും പാംബ്ലാനിയുടെയും രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ബാനറും കറുത്ത പൊടികളും പിടിച്ച് പരിപാടി നടന്ന പന്തലിന് സമീപം അണിനിരന്നു. കൂടാതെ ബസിലിക്ക ദേവാലയത്തിന് മുകളിലും പരിസരത്തും ഇത്തരത്തിലുള്ള നിരവധി ബോർഡുകളും ഫ്ലക്സുകളും പ്രതിഷേധക്കാർ സ്ഥാപിച്ചിരുന്നു. പ്രതിഷേധ പരിപാടികൾക്ക് മത്തായി മുതിരേന്തി, ജോയ് ജോർജ്, ജോസഫ് P. എബ്രഹാം, ക്യാപ്റ്റൻ ടോം ജോസഫ്, ജോൺസൺ കോണിക്കര, കുര്യാക്കോസ് പഴയമാഠം, സീലിയ ആന്റണി എന്നിവർ നേതൃത്വം നൽകി. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ കൂദാശകളിലെ ഏറ്റവും മഹനീയമായ പട്ടം കൊടുക്കലെന്ന ശുശ്രൂഷ ഇത്രയും വലിയ പോലീസ് സന്നാഹത്തോടുകൂടി, ഇത്രയും വലിയൊരു നിയമലംഘനത്തിൽ കോടതിയെ വെല്ലുവിളിച്ച്, സഭയെ വെല്ലുവിളിച്ച്, പോലീസിൻ്റെ അകമ്പടിയോടുകൂടി ഹൈക്കോടതിയുടെ മുറ്റത്ത് അരങ്ങേറുന്നത് ഇതാദ്യമാണ്. വാസ്തവത്തിൽ ഇവിടെ നമ്മളിപ്പോൾ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ ഒരിടത്ത് ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടാൽ, ഒരിടത്ത് പാലം പണി നടക്കുന്നുണ്ടെന്ന് കണ്ടാൽ നമ്മൾ വേറൊരു റൂട്ട് എടുക്കും. അങ്ങനെയാണ് സാധാരണ വിവേകമുള്ളവർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടായിരിക്കെ, ഇവിടെ ഒരു ശുശ്രൂഷയും പാടില്ലെന്ന് കോടതിയുടെ ഉത്തരവ് ഉണ്ടായിരിക്കെ, പോലീസിൻ്റെ കാവലിൽ തന്നെ അങ്ങനെ ഒരു ഇത് നടത്തുന്നത് ആരെ വെല്ലുവിളിക്കുക? കോടതിയെ, നിയമത്തെ, പോലീസിനെ, വിശ്വാസികളെ വെല്ലുവിളിക്കല്ലേ? ഇതിനെതിരെയാണ് വിശ്വാസികളുടെ സമരം. യഥാർത്ഥത്തിൽ പള്ളിയിൽ കയറാൻ, പള്ളിക്ക് വേണ്ടി സഭാതലവന്മാർ പോരാടണമെന്ന് ആഹ്വാനം ചെയ്ത വിശ്വാസികൾ പള്ളിക്ക് പുറത്ത്, ഇതിനെല്ലാം ലംഘിച്ച ഒരു പള്ളിക്കകത്ത് വേറൊരു കാര്യം കൂടി ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഈ പള്ളിക്കകത്തുള്ള അതേ ആൾത്താരയുടെ മോഡൽ, അതേ സ്റ്റേജ്, അതേ ബലിപീഠം എല്ലാം അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഇതിൻ്റെ വീഡിയോ എടുത്ത് റോമിൽ കൊടുക്കണം, ഇവിടെ നടന്നു കാണിക്കാൻ. റോമിലിരിക്കുന്നവർ മണ്ടന്മാരൊന്നുമല്ല. അതായത് സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമായി കുർബാന മാത്രമേ പാടുള്ളൂ എന്ന് വത്തിക്കാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. മാർപ്പാപ്പ ഉത്തരവ്, മാർപ്പാപ്പയെ ധിക്കരിച്ചാണ് ഇവിടെ ഡിസംബർ 1 മുതൽ ജനാഭിമുഖം എന്ന് പറയുന്ന ഇല്ലിസിറ്റ് കുർബാന അർപ്പിച്ചു തുടങ്ങിയത്. സീറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ 13ഓളം ഡീക്കന്മാരിന്ന് പട്ടകെക്കുകയാണ്. ഈ അവസരത്തിൽ സഭാതലവനും മാർ പാംബ്ലാനിയും ഏകീകൃത കുർബാന അർപ്പിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ അതിൻ്റെ കൂടെ നടക്കുന്ന ഈ പട്ടം അൺഫോർച്ചുനേറ്റ്ലി ഈ പോലീസിൻ്റെ സപ്പോർട്ടോടുകൂടി ബസിലിക്ക പള്ളിയുടെ പരിപാവനമായ അങ്കണത്തിൽ നടക്കേണ്ട ഈ കുർബാന, ഈ കൂദാശ ഇന്ന് ഇതിൻ്റെ മുറ്റത്ത് പരികർമ്മം ചെയ്യുകയാണ്. അതിനകത്ത് വൈരുദ്ധ്യങ്ങളുണ്ട്. കാരണം ഈ ഡീക്കന്മാരെ സംബന്ധിച്ച് അവരുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു സമയമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത് മാർ പാംബ്ലാനിയും കേരള പോലീസും കൂടെയാണ് ഈ ഡീക്കന്മാർക്ക് ഇന്ന് പട്ടം കൊടുക്കുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വൈരുദ്ധ്യം. അൾത്താരയ്ക്ക് മുമ്പിൽ, പരിപാവനമായ അൾത്താരയ്ക്ക് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് വ്രതമെടുത്ത് വാഗ്ദാനമൊക്കെ ചെയ്ത ഡീക്കന്മാർ ചെയ്യേണ്ട ഈ പരിപാവനമായ കുർബാന ഇത്രയും കളങ്കപ്പെടുത്തിയതിൽ ഈ പിതാക്കന്മാർക്ക് വലിയ പങ്കുണ്ട്. സീറോ മലബാർ സഭയിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇല്ലിസിറ്റായിട്ടുള്ള രീതിയിലുള്ളൊരു ബലിയർപ്പണത്തിന് വേണ്ടി ഡീക്കന്മാർ ഒരുങ്ങുന്ന സംഭവം നടക്കുന്നത്. അതിനെ ഞങ്ങൾ ശക്തമായിട്ട് ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയാണ്. ഇതിനിടെ കോടതി ഉത്തരവ് ലംഘിക്കുന്ന സഭാ നേതൃത്വത്തിന് പിന്തുണയും സംരക്ഷണവും നൽകുന്ന പോലീസിനെതിരെ നൽകിയ പരാതിയിൽ 30-നകം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ സർക്കാർ പ്ലീഡർക്ക് വെള്ളിയാഴ്ച എറണാകുളം മുനിസിപ്പൽ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് വാർത്താ മലയാളം. കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.